ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ദിവ്യാംഗരോടുള്ള സമൂഹത്തിന്റെ ഇടപെടലുകളിൽ നിന്ന് രാജ്യത്തിന്റെ പുരോഗതി അളക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെത്തി. 1500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നാളെ ശ്രീനഗറിൽ നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈക്കോടതികളിലുള്ള കേസുകളിലെ നടപടികൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. മാനന്തവാടി MLA OR കേളു സംസ്ഥാന മന്ത്രിസഭയിലേക്ക്. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ ദിവ്യാംഗർക്കായുള്ള പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചു. സന്ദർശനവേളയിൽ കുട്ടികളുമായി സംവദിച്ച രാഷ്ട്രപതി അവരുടെ കലാപരിപാടികൾക്കും സാക്ഷ്യം വഹിച്ചു. ഒരു രാജ്യത്തെയോ സമൂഹത്തിലെയോ ജനങ്ങൾ ദിവ്യാംഗരോട് ഇടപെടുന്ന രീതിയിൽ നിന്ന് ആ രാജ്യത്തിന്റെയോ സമൂഹത്തിന്റെയോ പുരോഗതി അളക്കാൻ കഴിയുമെന്ന് സ്ഥാപനത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ രാഷ്ട്രപതി പറഞ്ഞു. ദിവ്യാംഗരുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും രാഷ്ട്രപതി അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മു കാശ്മീരിലെത്തി. ശ്രീനഗറിൽ 1500 കോടി രൂപയുടെ 84 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തുടക്കമിടും. യുവജന ശാക്തീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ജമ്മു കാശ്മീരിലെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായുള്ള 1800 കോടി രൂപയുടെ പദ്ധതിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിനും പ്രധാനമന്ത്രി നാളെ ശ്രീനഗറിൽ നേതൃത്വം നൽകും. വിപുലമായ ക്രമീകരണങ്ങളാണ് ശ്രീനഗറിലെ ഷേറി കാശ്മീർ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ പരിപാടിക്കായി ഒരുക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികളും സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി പേരും പ്രധാനമന്ത്രിക്കൊപ്പം നാളെ യോഗാഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കും. യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. വിവിധ വിദേശ രാജ്യങ്ങളിലും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നാളെ യോഗാ ദിനാചരണം വിപുലമായ രീതിയിൽ നടക്കും. കേരളത്തിൽ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ നാളെ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യോഗാ ദിനത്തോടനുബന്ധിച്ച് നാളെ നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം കോവളത്തെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ രാവിലെ സംഘടിപ്പിക്കുന്ന യോഗാഭ്യാസ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിവിധ ഹൈക്കോടതികളിലുള്ള ഹർജികളിലെ നടപടികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വിഷയത്തിലെ കേസുകൾ എല്ലാം സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. കേസുകൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്നും നീറ്റ് പരീക്ഷ തന്നെ റദ്ദാക്കണമെന്നുമുള്ള ഹർജികൾ ജൂലൈ 8 വീണ്ടും പരിഗണിക്കും. നേരത്തെ 1563 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന കേസിലെ ആരോപണ വിധേയർ ബീഹാറിലെ പാട്നയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അതിഥി മന്ദിരത്തിൽ താമസിച്ചെന്ന മാധ്യമ വാർത്തകൾ തെറ്റിദ്ധാരണാജനകമെന്ന് അധികൃതർ അറിയിച്ചു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നോഡൽ ഏജൻസിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സ്ഥാപനത്തിന് പാട്നയിൽ അതിഥി മന്ദിരം ഇല്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. മാനന്തവാടി MLA OR കേളു സംസ്ഥാന മന്ത്രിസഭയിലേക്ക്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ ചുമതലയായിരിക്കും അദ്ദേഹത്തിന് നൽകുക. നിയുക്ത MP K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തീരുമാനം. ശ്രീ K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പിന്റെ ചുമതല മന്ത്രി VN വാസവനും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷിനും നൽകിയേക്കും. ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന 2ാമത് യോഗത്തിൽ സാമ്പത്തിക മൂലധന വിപണന മേഖലയിലെ വിദഗ്ധരും 3ാമത് യോഗത്തിൽ വ്യവസായ പ്രമുഖരും അസോസിയേഷനുകളും പങ്കെടുത്തു. 2024-25 പൊതുബജറ്റുമായി ബന്ധപ്പെട്ടാണ് യോഗം നടന്നത്. യോഗത്തിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി, ധനകാര്യ സെക്രട്ടറി, വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നിവരും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ബജറ്റിന് മുൻപുള്ള ആദ്യഘട്ട കൂടിയാലോചനയും മന്ത്രി അധ്യക്ഷയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ബ്രിഡ്ജ് ടൌണിൽ രാത്രി 8 മണിക്കാണ് മത്സരം ആരംഭിക്കുക. കോപ്പ അമേരിക്കയ്ക്ക് നാളെ തുടക്കം. ആദ്യ മത്സരത്തിൽ അർജന്റീന കാനഡയെ നേരിടും. ജർമ്മനി ഉയർത്തിവിട്ട യൂറോ കപ്പ് ആവേശത്തിനൊപ്പം നാളെ പുലർച്ചെ അമേരിക്കയിൽ നിന്ന് കോപ്പയുടെ ആദ്യ വിസിൽ മുഴങ്ങുന്നതോടെ ഭൂഗോളം സോക്കർ ലഹരിയിലമരും. ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയെ നേരിടും. നാളെ രാവിലെ 5:30 മത്സരം. അമേരിക്ക വേദിയാകുന്നതുകൊണ്ട് തന്നെ കാനഡ, മെക്സിക്കോ, ജമൈക്ക, പാനമ, കോസ്റ്റോറിക്ക തുടങ്ങിയ കോൺകാഫ് ടീമുകളും ലാറ്റിൻ അമേരിക്കൻ ടൂർണമെന്റിന്റെ ഭാഗമാകുന്നുണ്ട്. 16 ടീമുകൾ 4 ഗ്രൂപ്പുകളിലായി പൊരുതാനിറങ്ങും. ഓരോ ഗ്രൂപ്പിലെയും മികച്ച 2ാം സ്ഥാനക്കാർ ക്വാർട്ടറിലേക്ക് മുന്നേറും. ജൂലൈ 15 ഫൈനൽ. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീനയാണ് സാധ്യതയിൽ ഏറ്റവും മുന്നിൽ. യുവതാരങ്ങളുമായി എത്തുന്ന ബ്രസീൽ ഏറെ പ്രതീക്ഷ നൽകുന്നു. മാർസലോ ബിയൽസ എന്ന തന്ത്രശാലിയായ പരിശീലകന് കീഴിൽ ഇറങ്ങുന്ന ഉറുഗ്വേ ഇക്കുറി കടുത്ത വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട്. വിവരങ്ങൾ നൽകിയത് ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB സങ്കലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ആപ്പ് ലഭ്യമാകും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് ന്യൂഡൽഹിയിൽ ടെക്സ്റ്റൈൽ വ്യവസായിക കൌൺസിൽ പ്രതിനിധികളുമായി സംവദിച്ചു. ടെക്സ്റ്റൈൽ വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത അദ്ദേഹം മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിന് വിശദമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം കൌൺസിൽ പ്രതിനിധികളുമായുള്ള ശ്രീ ഗിരിരാജ് സിംഗിന്റെ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. കേന്ദ്ര കൽക്കരി ഖനി വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ രാജ്യത്തെ വ്യാവസായിക കൽക്കരി ബ്ലോക്കുകളുടെ പ്രവർത്തനം അവലോകനം ചെയ്തു. കൽക്കരി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. അനുവദിച്ചിട്ടുള്ള കൽക്കരി പാടങ്ങൾ എത്രയും പെട്ടെന്ന് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാരും പരിസ്ഥിതി വനം മന്ത്രാലയവും ഉൾപ്പെടെ എല്ലാ പങ്കാളികളുമായും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് യോഗത്തിൽ മന്ത്രി പറഞ്ഞു. ഇറക്കുമതി കുറച്ച് കൽക്കരിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് കൽക്കരിയുടെ ഉൽപാദനം ഉയർത്തേണ്ടതുണ്ടെന്നും ഇതിനായി സംസ്ഥാന തലത്തിൽ ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി നിർദ്ദേശിച്ചു. 575 മെട്രിക് ടൺ ശേഷിയുള്ള 161 കൽക്കരി ഖനികളാണ് കൽക്കരി മന്ത്രാലയം ഇതുവരെ ലേലം ചെയ്തത്. ഇതിൽ 58 ഖനികൾക്ക് പ്രവർത്തനാനുമതി ലഭിച്ചിട്ടുണ്ട്. 54 ഖനികൾ പ്രവർത്തനക്ഷമവുമാണ്. കഴിഞ്ഞ വർഷം ഈ ഖനികളാകെ 147 മെട്രിക് ടൺ കൽക്കരി ഉൽപ്പാദിപ്പിച്ചു. ഇത് രാജ്യത്തിന്റെ മൊത്തം കൽക്കരി ഉൽപ്പാദനത്തിന്റെ 15% വരും. രാജ്യത്ത് വലിയ തോതിൽ ഗോതമ്പ് ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഗോതമ്പ് വില സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിലസ്ഥിരതയ്ക്കായി ഉചിതമായ നയ ഇടപെടലുകൾ നടത്തണമെന്നും അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവശ്യ സാധനങ്ങളുടെ വില നിലവാരം വിലയിരുത്താൻ ഇന്ന് മന്ത്രിതല കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ്, ബിഗ് ഡേറ്റ അനലിറ്റിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് മുംബൈയിൽ റിസർവ് ബാങ്ക് സംഘടിപ്പിച്ച ആഗോള സമ്മേളനത്തിന്റെ 2ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിലെ അംഗങ്ങളുടെ എണ്ണം സർവകാല റെക്കോർഡിൽ. ഇക്കഴിഞ്ഞ ഏപ്രിലിലെ കണക്കനുസരിച്ച് ആകെ 18,92,000 പേർ അംഗങ്ങളായിട്ടുണ്ട്. വർദ്ധിച്ച തൊഴിലവസരങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ഘടകങ്ങൾ അംഗത്വത്തിലെ വർധനവിന് കാരണമായിട്ടുണ്ടാവാമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷം ഏപ്രിലിൽ 8,87,000 പുതിയ അംഗങ്ങൾ എൻറോൾ ചെയ്തു. 18നും 25നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇതിൽ 55.5%. ഇതിൽ 2,49,000 പേർ വനിതകളാണ്. ഉത്തർപ്രദേശിലെ ഹിൽഡൻ വ്യോമസേനാ താവളത്തിൽ വിമുക്ത ഭടന്മാർക്കായി നാളെ തൊഴിൽ മേള സംഘടിപ്പിക്കും. പ്രതിരോധ മന്ത്രാലയമാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. 3 സേനകളിൽ നിന്നും വിരമിച്ചവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. പ്രധാന വാർത്തകൾ വീണ്ടും. ദിവ്യാംഗരോടുള്ള സമൂഹത്തിന്റെ ഇടപെടലുകളിൽ നിന്ന് രാജ്യത്തിന്റെ പുരോഗതി അളക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെത്തി. 1,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നാളെ ശ്രീനഗറിൽ നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈക്കോടതികളിലുള്ള കേസുകളിലെ നടപടികൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. മാനന്തവാടി MLA OR കേളു സംസ്ഥാന മന്ത്രിസഭയിലേക്ക്. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.